എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. മുന്തിരി കൊണ്ടുള്ള പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. പച്ചമുന്തിരി അത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കൊല മുന്തിരി നന്നായി കഴുകിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വിനീഗറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു അരമണിക്കൂർ ഞാൻ മുക്കി വെച്ചതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത്. അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. പുളിയും മധുരവും ഒക്കെ ഉള്ള മുന്തിരിയാണിത്. ഒരു മുറി തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം, ഒരു പച്ചമുളക് മുറിച്ചിടാം, 2 കഷ്ണം വെളുത്തുള്ളി, 3 ചുമന്നുള്ളി. ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. ഇനി നമുക്ക് മുന്തിരിയെല്ലാം 3-4 പ്രാവശ്യം കഴുകിയെടുത്തു. 1 കപ്പ് മുന്തിരിയുണ്ട്. അതൊരു ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് മൂടി വെക്കാം. തുറന്ന് നോക്കാം. മുന്തിരിയൊക്കെ വെന്ത് നിറം മാറി വന്നിട്ടുണ്ട്. പ്രസ് ചെയ്താൽ അറിയാൻ പറ്റും. മുന്തിരിയൊക്കെ നന്നായി വെന്ത് വന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും ചേർത്തു. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്തു. ഇളക്കി മിക്സ് ചെയ്തു. ഇനി നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്തൊന്ന് തിളച്ച് വരട്ടെ. ബൗൾ കഴുകി അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് തിളച്ച് വറ്റി വന്നാൽ മതി. ഒന്ന് മൂടി വെക്കാം. തുറന്നു നോക്കി നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തൈര് ഉടച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ്. കൂടുതൽ പുളിയുള്ള തൈരാണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. 1 പച്ചമുളക് കൂടെ കീറിയിട്ടു. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. തിളച്ച് വന്നു. ഇനി ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാം. വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ കടുകും ഉലുവയും ചേർത്തു. പൊട്ടി വരുമ്പോൾ ഒരു 3 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും. കടുവറുത്ത് കറിയിലേക്ക് ഒഴിച്ചു. പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ പച്ചമുന്തിരി പുളിശ്ശേരി ഇവിടെ റെഡിയാക്കി. ഒന്ന് മൂടി വെക്കാം. തുറന്ന് നോക്കാം. കറി റെഡിയായിട്ടുണ്ട്. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെയാണ്. ഇനി ഊണ് വിളമ്പാം. ടേസ്റ്റിയായ പച്ചമുന്തിരി പുളിശ്ശേരി, വറ്റൽമുളകും കൊണ്ടാട്ടവും ബീറ്റ്റൂട്ട് തോരനും ഉള്ളിച്ചമ്മന്തിയും വെളുത്തുള്ളി അച്ചാറും കൂടെ ചിക്കൻ കറിയും തൈരും. ഊണ് കേമായി. നിങ്ങളും ഇതുപോലെ പച്ചമുന്തിരി കിട്ടുമ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ